നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. റയൽ മാഡ്രിഡും വിനി ജൂനിയറും തമ്മിൽ കോൺട്രാക്റ്റ് പുതുക്കൽ ഇതുവരെ സംഭവിച്ചിട്ടില്ല. അതിൻ്റെ ചില പിന്നാമ്പുറ കഥകൾ ഇപ്പോൾ അങ്ങാടിപ്പാട്ടാണ്. കാരണം എന്താ, പല മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ വിശ്വാസയോഗ്യമായ ഒരു സോഴ്സിൽ നിന്ന് ഇതേ കാര്യം വീണ്ടും റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ നമ്മളതൊന്ന് പരിശോധിക്കുകയാണ്. ദി അത്ലറ്റിക്കിൽ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നു. മരിയോ കോർട്ടെഗാന അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ വളരെ കൃത്യമായിട്ട് പറയുന്നത്, വിനി ജൂനിയർ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ സാലറി ചോദിച്ചു. ഇപ്പോൾ ആ കോൺട്രാക്റ്റ് പുതുക്കുന്നതിനുള്ള ചർച്ച, നെഗോസിയേഷൻസ് നിലച്ച് നിൽക്കുകയാണ്. അതിന് പക്ഷേ ഈ വലിയ ഫൈനാൻഷ്യലായിട്ടുള്ള എമൗണ്ട് ചോദിച്ചത് മാത്രമല്ല കാരണം. മരിയോ കോർട്ടെഗാനയുടെ റിപ്പോർട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. അതിൽ അദ്ദേഹം തുടക്കത്തിലൊരു കാര്യം പറയുന്നുണ്ട്. വിനി ജൂനിയറും റയൽ മാഡ്രിഡും തമ്മിലുള്ള കോൺട്രാക്റ്റ് പുതുക്കൽ അങ്ങനെ നിൽക്കുകയാണ്. ഇത് അദ്ദേഹം ചില സോഴ്സുകൾ ഉദ്ധരിച്ചാണ് പറയുന്നത്. പക്ഷേ ലൈക്ക് ഓൾ സോഴ്സസ് കൺസൾട്ടഡ് ഫോർ ദിസ് ആർട്ടിക്കിൾ ദേ ആസ്ക്ഡ് നോട്ട് ടു ബി നെയ്മഡ് ടു പ്രൊട്ടക്റ്റ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ വിഷയം അവതരിപ്പിക്കുന്നത്. ഏതായാലും അതിൽ അദ്ദേഹം എടുത്തു പറയുന്ന കാര്യമാണ്, ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ ഏർലിയർ ദിസ് ഇയർ മാഡ്രിഡ് വിനി ജൂനിയർക്ക് ഒരു റിന്യൂവൽ ഓഫർ വെച്ചിരുന്നു, ഇൻക്ലൂഡിങ് ആൻ ഇൻക്രീസ് ഇൻ സാലറി ടു അറൗണ്ട് 20 മില്യൺ യൂറോ നെറ്റ് എ ഇയർ. അപ്പോൾ അതാണ് 20 മില്യൺ യൂറോ നെറ്റ് കിട്ടും ഒരു വർഷത്തേക്ക്, ഒരു കൊല്ലത്തേക്ക് നെറ്റ് സാലറി 20 മില്യൺ യൂറോ തരാമെന്ന് പറഞ്ഞുകൊണ്ട് മാഡ്രിഡ് ഒരു ഓഫർ വിനി ജൂനിയർക്ക് മുന്നിലേക്ക് വെച്ചിരുന്നു. നിലവിൽ അദ്ദേഹത്തിന് 18 മില്യൺ യൂറോ നെറ്റാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് 20 മില്യൺ യൂറോ കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടൊരു ഓഫർ അങ്ങോട്ടേക്ക് റയൽ മാഡ്രിഡ് വെക്കുന്നത്. പക്ഷേ ഈ ഓഫർ അദ്ദേഹം ആക്സെപ്റ്റ് ചെയ്തില്ല. ക്ലബ് അപ്പോൾ സ്വാഭാവികമായിട്ടും പ്ലെയർ സൈഡിൽ നിന്ന് ഒരു പ്രപ്പോസ്ഡ് ഫിഗർ ഇങ്ങോട്ട് ചോദിച്ചു, ഒരു കൗണ്ടർ ഓഫർ തിരിച്ച് അങ്ങോട്ട് ചോദിക്കുമല്ലോ. അപ്പോൾ നിങ്ങൾ എത്രയാണ് ഉദ്ദേശിക്കുന്നത് അത് പറയൂ എന്ന് പറഞ്ഞപ്പോൾ വിനി ജൂനിയറുടെ റെപ്രസെൻറ്റേറ്റീവ് ഒരു ഹിസ്റ്റോറിക് കോൺട്രാക്റ്റാണ് റിക്വസ്റ്റ് ചെയ്തത്. അതായത് ഇൻ ദി റീജിയൻ ഓഫ് ഹയസ്റ്റ് എവർ അറ്റ് ദി ക്ലബ്ബ്, ക്ലബ്ബിൽ ഇതുവരെ കൊടുത്തിട്ടുള്ളതിൽ ഏറ്റവും ഉയർന്ന സാലറി ഏതാണോ ആ റേഞ്ചിലുള്ള സാലറിയാണ് അങ്ങോട്ടേക്ക് ആവശ്യപ്പെട്ടത്. വിച്ച് വാസ് ഗിവൺ ടു ക്രിസ്ത്യാനോ റൊണാൾഡോ. CR7 കൊടുത്ത അതേ സാലറിയാണ് ആവശ്യപ്പെട്ടത്. വിത്ത് എ പാക്കേജ് അപ് ടു 30 മില്യൺ പെർ സീസൺ, 30 മില്യൺ യൂറോ പെർ സീസൺ ലഭിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് കൗണ്ടർ ഓഫർ അങ്ങോട്ടേക്ക് വെച്ചത്. ഇതിൽ ബേസിക് സാലറി ഉണ്ട്, പെർഫോമൻസ് ബോണസ് ഉണ്ട്, റിന്യൂവൽ ബോണസ് ഉണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടി വെച്ചുകൊണ്ടാണ് അങ്ങോട്ടേക്ക് ചോദിക്കുന്നത്. എന്നാൽ ഈ ചർച്ച അവിടെ വഴിമുട്ടി സീസൺ ആരംഭിച്ചു. അതിനുശേഷം ഇതുവരെ ചർച്ച പുനരാരംഭിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് പുതുക്കലുമായി ബന്ധപ്പെട്ട് എന്നാണ് മരിയോ കോർട്ടെഗാന റിപ്പോർട്ട് ചെയ്യുന്നത്. ഒപ്പം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലൈന് കൂടി അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിലുണ്ട്. എന്താണ്? ബിയോണ്ട് ദി ഫൈനാൻഷ്യൽ ഡിഫറൻസസ് ബട്ട് നൗ ഹാവ് സ്റ്റാൾഡ് എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, Madrid understand that beyond the financial differences, the difficult situation between one of their star players and their head coach is a handicap in attempts to move negotiations forward എന്നാണ്. യെസ്, അപ്പോൾ ഈ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾക്കപ്പുറം അവരുടെ സ്റ്റാർ പ്ലേയേഴ്സിൽ ഒരാളായിട്ടുള്ള വിനി ജൂനിയറും ഹെഡ് കോച്ച് സാബി അലോൺസോയും തമ്മിലുള്ള ബന്ധം അത്ര മികച്ചതല്ല എന്നുള്ളത് ഈ കോൺട്രാക്റ്റ് പുതുക്കൽ നെഗോസിയേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനൊരു പ്രതിബന്ധമാണ് എന്ന് തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. സോ അതിനെക്കുറിച്ച് വേറെ കുറേ വാർത്തകൾ കൂടി വരുന്നുണ്ട്. ഏതായാലും ഒക്കെ കൺഫേം ചെയ്യപ്പെടേണ്ടതാണ്. വിനിയും സാബി അലോൺസോയും തമ്മിലുള്ള ബന്ധം അത്ര രസത്തിലല്ല എന്ന് തന്നെയാണ് സ്പാനിഷ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത്. ഇപ്പോൾ ന്യൂയോർക്ക് ടൈംസിൻ്റെ ദി അത്ലറ്റിക്കാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഫുട്ബോൾ പ്രേമികൾക്കിടയിൽ വലിയ വിശ്വാസ്യതയുള്ള മാധ്യമമാണ് ദി അത്ലറ്റിക്. ഏതായാലും CR7 റേഞ്ചിലുള്ള സാലറി വിനി ചോദിച്ചെന്നും അതിന് പക്ഷേ റയൽ മാഡ്രിഡ് കൃത്യമായ മറുപടി പറഞ്ഞിട്ടില്ല. കോൺട്രാക്ട് നെഗോസിയേഷൻസ് അവിടെ ഇപ്പോൾ തടഞ്ഞു നിൽക്കുകയാണ്. അതിൻ്റെ കാരണം പക്ഷേ ഈ സാലറി ചോദിച്ചത് മാത്രമല്ല, സാബിയുമായിട്ടുള്ള സുഖകരമല്ലാത്ത ബന്ധമാണ് എന്നുകൂടിയാണ് റിപ്പോർട്ട്. റയൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.